നമുക്ക് 29-ാമത്തെ സങ്കീർത്തനം ഇന്ന് വായിച്ച് ധ്യാനിച്ചു തുടങ്ങിയാലോ? 29-ാമത്തെ സങ്കീർത്തനം കർത്താവിൻ്റെ ശക്തമായ സ്വരം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് അതിൻ്റെ തലക്കെട്ട്. 11 വചനങ്ങൾ. പക്ഷേ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 7 സ്വരങ്ങളുടെ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സങ്കീർത്തനമാണ്. അങ്ങനെ മറ്റൊരു സങ്കീർത്തനം ഇല്ല. മഹത്വവും ശക്തിയും ദൈവത്തിന് നൽകുവാൻ ആവശ്യപ്പെടുന്ന സങ്കീർത്തനം ഒരു സ്തുതിഗീതമാണ്. ഈ സങ്കീർത്തനം ഒരു വലിയ സ്തുതിഗീതമാണ്. കർത്താവിൻ്റെ സ്വരം ഈ പ്രപഞ്ചത്തിലൂടെ നമുക്ക് നിരന്തരം വെളിപ്പെടുകയാണ്. ജലാശയത്തിൽ, ഇടിമുഴക്കത്തിൽ, പ്രപഞ്ച വസ്തുക്കളിൽ കർത്താവിൻ്റെ സ്വരം നിറഞ്ഞു നിൽക്കുന്നു. കൊടുങ്കാറ്റിലുണ്ട് കർത്താവിൻ്റെ സ്വരം. സസ്യലോകത്തിൽ, സസ്യലതാദികളിൽ, അതുപോലെ തന്നെ മൃഗങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ, അവരുടെ ലോകത്തിൽ, ഭൂമി മുഴുവനും കർത്താവിൻ്റെ സ്വരം കേൾക്കാനാവും എന്നുള്ളത് സങ്കീർത്തകൻ എടുത്തു പറയുന്നു. പ്രപഞ്ച സ്രഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ഏറ്റവും ഉചിതമാണ്. ദൈവം നിരന്തരം സമൃദ്ധി ചൊരിയുന്നവനാണ്. എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ കരം നമുക്ക് സ്പർശിക്കുവാനും ദർശിക്കുവാനുമാകും. സർവശക്തനും പ്രതാപവാനുമായ ദൈവമേ, അങ്ങയുടെ വചനത്താലാണ് ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവനും അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. അങ്ങയുടെ മഹത്വത്തെ എല്ലാ പ്രവൃത്തികളിലും വർണ്ണിക്കുന്നതിനുള്ള ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഈശോയിലൂടെ എല്ലാ പ്രവൃത്തികളിലും ദൈവസ്തുതികൾ പാടുവാൻ ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യണമേ. ഇന്ന് ഞങ്ങൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാം ദൈവത്തിൻ്റെ സ്തുതിഗീതം ആലപിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു സ്തുതിഗീതമാക്കി മാറ്റുവാനും നീ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവ അനുഗ്രഹവും നന്ദിയും പറയുന്നു. ആമേൻ.